പ്രൈസ് ദി ലോർഡ്. ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം പറയുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ളവന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ജീവനുള്ളവർ, നമ്മൾ വിശ്വാസത്തിൽ കടന്നു വന്നവരാകുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വരവ് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പോകുവാനായിട്ട് നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നവരാകുന്നു. എങ്കിലും കർത്താവ് ഈ സഭയോട് നോക്കി പറയുന്നത്, സർദീസിലെ സഭയുടെ ദൂതന് വേണ്ടി എഴുതുന്നത്, ആമേൻ, ഹല്ലേലൂയ, ജീവനുള്ളവന് എന്ന് നിനക്ക് പേരുണ്ട്. ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ജീവനുള്ളവർ എന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. നമുക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോവും, സ്നാനപ്പെട്ടതാ, കർത്തൃമേശ എടുക്കുന്നുണ്ട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി വേർപെട്ട ജീവിതം നയിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന ഒരു കുറവുണ്ട്, നിനക്ക് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ നോക്കി എന്തു പറയും? നമ്മൾ ആ മരിച്ച അവസ്ഥയിലാകുന്നോ എപ്പോഴും ഇരിക്കുന്നത്? അതോ ഹല്ലേലൂയ നമ്മൾ ജീവനുള്ളവരാകുന്നു? നമ്മുടെ വിളിയുടെ അടിസ്ഥാനത്തിലാകുന്നോ നമ്മൾ ജീവിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായിട്ട് കർത്താവ് കണ്ടില്ല. നമ്മളെ ഹല്ലേലൂയ അറിയുകയും നോക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം വീണ്ടും നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാകുന്നു. നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അങ്ങനെ ഒരു ശബ്ദം നമ്മൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ തിരിച്ചു കയറുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ആമേൻ, തെറ്റുകളെ തിരുത്തി ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി, എന്തുവാ നിൻ്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിട്ട് കാണുവാൻ തക്കവണ്ണം ഇവിടെ കണ്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണത ഉള്ളതായിട്ട് തീരട്ടെ. അതുപോലെ മരിച്ച അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ജീവനുള്ളവർ പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ഏറ്റെടുക്കുക. ആമേൻ, ഹല്ലേലൂയ.